ഡോക്ടർ മോഹൻ വർഗീസ്, ഗസയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 100ഓളം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ 57 മൃതദേഹങ്ങൾ എത്തിച്ചു ആശുപത്രിയിലേക്കെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇത്രയും മനുഷ്യർ കൊന്നു വീഴുന്ന ഒരിടത്ത് വെടിനിർത്തൽ ഉണ്ട് എന്ന് കരുതാമോ? രേണുക, തത്വത്തിൽ വെടിനിർത്തലിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ വെടിനിർത്തൽ ഔപചാരികമായി നിലവിൽ വന്ന ഒക്ടോബർ 10 ശേഷം ഇതാ 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ആ 10 ദിവസത്തിനുള്ളിൽ വെടിനിർത്തലിന്റെ ഫലം എന്തായിരുന്നു? എപ്പോഴെല്ലാം ചെറിയ ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ വർദ്ധിത വീര്യത്തോടുകൂടി ഇസ്രയേലിന്റെ IDF തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ ദിവസവും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇസ്രയേലി കവചിത വാഹനത്തിനെതിരെ നടത്തിയ ആന്റി ടാങ്ക് വേധ മിസൈൽ ഒരു ആക്രമണം. അത് നടത്തിയത് ഹമാസ് ആണ് എന്നും അല്ല എന്നും 2 അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും 2 IDF സൈനികർ അവിടെ മരിച്ചു വീഴുകയാണ്. അതിനുള്ള തിരിച്ചടി വളരെ ഭയാനകമായിരുന്നു. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ 44 പേരാണ് മരണപ്പെട്ടത്. അതിൽ ഹമാസിന്റെ പോരാളികളുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഫ്രജൈലാണ് ഈ പീസ് പ്രോസസ്, ഇപ്പോൾ എത്തിച്ചേർന്നു എന്ന് പറയുന്ന പീസ് പ്രോസസ് എത്രത്തോളം ഫ്രജൈലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇത് 1ാം ഘട്ടം മാത്രമാണ്. 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയായെങ്കിൽ മാത്രമേ 2ാം ഘട്ടം തത്വത്തിൽ അംഗീകരിക്കപ്പെടൂ. 2ാം ഘട്ടമാണ് നിർണായകമായ ഘട്ടം. ഈ 1ാം ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ 2 പ്രാവശ്യവും യുദ്ധം തുടങ്ങിയതിനു ശേഷം നവംബർ 2023 പിന്നീട് ജനുവരി 2025 2 പ്രാവശ്യം വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു. ആ 2 പ്രാവശ്യവും ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് അത് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് വെടിനിർത്തൽ തുടരണം, അവിടെ സമാധാനം ആത്യന്തികമായി ഉണ്ടാകണം എന്ന ആഗ്രഹം, ഇച്ഛാശക്തി 2 കൂട്ടർക്കും ഇല്ലാത്തതുപോലെ തോന്നുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്, ഹമാസിന്റെ ഭാഗത്തു നിന്ന് എന്ന രൂപത്തിൽ വരുന്ന ഏത് പ്രകോപനത്തെയും അത് പൂർണ്ണമായ തങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ആക്രമണം, തിരിച്ചുള്ള പ്രത്യാക്രമണം നടന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ അതിൽ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുഗ്രഹത്തോടുകൂടി അല്ല നടന്നിരിക്കുന്നത്. ഇസ്രായേൽ ഏകപക്ഷീയമായി ഇസ്രായേൽ സേനയെ പ്രകോപിപ്പിച്ചപ്പോൾ ഏകപക്ഷീയമായി തന്നെ അവർ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിന് ട്രംപിന്റെ അനുവാദമൊക്കെ വാങ്ങി സമാധാന മധ്യസ്ഥന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും വൻ തിരിച്ചടി എന്ന നിലപാടിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുക? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. 2ാം ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കേണ്ടത്. ഹമാസിന്റെ നിരായുധീകരണമാണ് ഏറ്റവും കുഴഞ്ഞു മറിഞ്ഞ. ഡോക്ടർ മോഹൻ വർഗീസ്, ആ 2ാം ഘട്ടത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തുടരെയുള്ള ആക്രമണം. എങ്ങനെയാണോ രക്തരൂഷിതമായ അവിടെ ആക്രമണം നടന്നിരുന്നത്, അതിന്റെ ഏറ്റവും കഠിനമായ ദിനങ്ങളിൽ എങ്ങനെയായിരുന്നു അതുപോലൊരു ദിനമായിരുന്നു ഈ ഞായറാഴ്ച ഇന്നലെ കടന്നുപോയത്. അപ്പോൾ അത്രമാത്രം വലിയ പ്രകോപനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന് അവരുടേതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ യെല്ലോ ലൈൻ കടന്നു വന്നവരെയാണ് ആക്രമിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, പക്ഷേ ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു വെടിനിർത്തലിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ചെറിയ പ്രകോപനങ്ങൾക്ക് വലിയ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഞങ്ങളിതാ വെടിനിർത്തലിൽ തന്നെ എന്ന് പറയുന്നത് ഒരു കബളിപ്പിക്കൽ പോലെയല്ലേ കാണേണ്ടത്? അത് കേവലം കബളിപ്പിക്കൽ മാത്രമല്ല. ഇപ്പം കയ്യൊക്കുള്ളവരുടെ നീതിയാണ് നീതി, അവർ പറയുന്നതാണ് നീതി. ഇവിടെ ഒരു എസിമെട്രിക്കൽ ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു സിമെട്രി ഇല്ല. ഹമാസിനേക്കാൾ അതിശക്തമാണ് ഇസ്രായേലിന്റെ സേനാ സംവിധാനങ്ങൾ. അതുകൊണ്ട് ഏകപക്ഷീയമായി ഇസ്രായേലിന് ആ കാര്യങ്ങളിൽ ഒരു മേൽക്കൈയുണ്ട്. അതുകൊണ്ടാണല്ലോ മധ്യസ്ഥന്മാരുടെ സഹായത്തോടുകൂടി, ഖത്തറിന്റെയും ഈജിപ്തിന്റെയും തുർക്കിയുടെയും ഒക്കെ മധ്യസ്ഥതയോടുകൂടി, അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കരാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വെടിനിർത്തൽ പ്രക്രിയ പോലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല മധ്യസ്ഥന്മാർക്കുണ്ട്. പക്ഷെ അവരുടെ സേനാ വിഭാഗങ്ങൾ ഒന്നും തന്നെ അവിടെ കടന്നു വന്നതായി ഒരു സൂചനയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ധാരണ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഹമാസും ഇസ്രായേലും അംഗീകരിച്ചിരിക്കുന്ന, തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നതും എന്നാൽ ഇടയ്ക്കിടെ ലംഘിക്കപ്പെടുന്നതുമായ ധാരണ. ഇപ്പോൾ ഹമാസ് പറയുന്നു അവരുടെ ഇന്റേണൽ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർന്നിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ആശയവിനിമയങ്ങൾ, ഹമാസിന്റെ ആളുകൾ പല ഇടങ്ങളിലായി ചിതറി നിൽക്കുന്ന അവരുടെ ഫൈറ്റേഴ്സ്, അവർ തമ്മിലുള്ള ആശയവിനിമയം
പൂർണ്ണമായും നടക്കുന്നില്ല. അതുകൊണ്ടാണ് തങ്ങളുടെ സേനാ വിഭാഗങ്ങളാണോ തങ്ങളുടെ ആയുധധാരികളാണോ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ ഇസ്രായേലിന് കഴിയുന്നില്ല. അതങ്ങനെ തന്നെ ഇപ്പോൾ ഹമാസിന് കഴിയുന്നില്ല. അത് പക്ഷേ അതൊരവസരമായി എടുത്തുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ്. എന്നിട്ട് ഏകപക്ഷീയമായി പിൻവലിക്കുന്നു. ആക്രമണം നടത്തി, പക്ഷേ തങ്ങൾ തന്നെ ആ ആക്രമണത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തങ്ങൾ പിൻവലിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും വെടിനിർത്തൽ ലഭ്യമായിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? വെടിനിർത്തൽ എന്നത് യഥാർത്ഥ വെടിനിർത്തൽ മരീചികയായിരിക്കുന്നു. ഹമാസ് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ശാശ്വതമായ സമാധാനം, ശാശ്വതമായ വെടിനിർത്തൽ. ശാശ്വതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കപ്പെടുന്ന, വീണ്ടും വീണ്ടും തുടർന്ന് മധ്യസ്ഥന്മാരുടെ സഹായത്തോടെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒന്നല്ല. ഒരിക്കൽ വെടി നിർത്തിയാൽ അത് വെടി നിർത്തി എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. അതാണ് ശാശ്വതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാശ്വതമായ വെടിനിർത്തൽ ആ അർത്ഥത്തിൽ നോക്കിയാൽ ശാശ്വതമായ വെടിനിർത്തൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് രണ്ടാം ഘട്ടം? അപ്പൊ ആ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹമാസിന്റെ പക്ഷത്ത് ആയുധങ്ങളുണ്ട്. ആയുധങ്ങൾ അവരെ താഴെ വെക്കണമെങ്കിൽ ചില ഉറപ്പുകളാണ് അത് ചോദിക്കുന്നത്. ചില സുരക്ഷാ ഉറപ്പുകൾ കൊടുക്കാൻ മധ്യസ്ഥന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതിന് ആത്യന്തികമായി ഉറപ്പൊരിക്കലും കൊടുക്കാനാവാത്തതാണ്. അത് സ്വതന്ത്ര പരമാധികാര ലഭ്യമാകും വരെ തങ്ങൾ ആയുധങ്ങൾ കൈവയ്ക്കില്ല എന്ന് പറയാൻ താഴെ വെക്കില്ല. തീർച്ചയായും പ്രകോപനങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെ മരിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യരാണ്. അപ്പോഴും വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്ന അവകാശവാദങ്ങളും വരികയാണ്.